വന്നൂന്നറിഞ്ഞു. ഈ പൂ എടുത്ത് അകത്തേക്ക് വെച്ചു. അയ്യോ, ഇത് മുഴുവൻ എനിക്ക് കെട്ടാനുള്ളതാണ്. അമ്പലത്തിൽ നാളെ കുറെ കല്യാണം ഉണ്ട് ചേച്ചി. 10 കാശ് തടയും. എന്റെ കുഞ്ഞെ, ഞാനിപ്പോ ആശുപത്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ ചെല്ലപ്പ. നേരെ ചെറിയൊന്ന് ശ്വാസം വിട്ടു തുടങ്ങിയിട്ടില്ല. പാവെടുക്കുമ്പോ വിജയ ചേച്ചിക്ക് ഉള്ളതാണല്ലോ ആത്മയുടെ അസ്ഥിതം. കാശ് വേറെ ആർക്കും പോണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ. ആ പൂ മേടിച്ചു വെക്ക. ഇതാരാണ് ചേച്ചി? എന്റെ ഒരു ബന്ധുവാ, എന്റെ അനിയത്തിയുടെ മോള്. ഇങ്ങനൊരു അനിയത്തിയുടെ മോളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വിജയത്തേക്ക് ആരും ഇല്ലാന്നല്ലേ പറഞ്ഞിരുന്നത്? ആഹാ, എന്നാലേ എനിക്ക് അങ്ങനെ ഒരു അനിയത്തിയുണ്ട്, അവർക്ക് ഇങ്ങനൊരു മോളും ഉണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണം നാട്ടുകാർക്ക് മുഴുവൻ. ആഹാ, നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പൂ ഇവിടെ തരണോ അതോ സരോജത്തിനും മാലതിക്കും കൊണ്ടുപോയി കൊടുക്കണോ? എന്റെ കുഞ്ഞെ, ഈ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് ഈ പൂവ് ഒന്നും എനിക്ക് കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ പൂ നീ അവർക്ക് തന്നെ കൊണ്ട് കൊടുക്ക്. പോയി ചെല്ല്. ചേച്ചി, അത് കൊടുത്തു വിടണ്ട, ഞാൻ കെട്ടിക്കോളാം. എടി മോളെ, നീ എന്താ കരുതിയിരിക്കുന്നത്? പൂ ചൂടുന്നത് പോലെ എളുപ്പമല്ല അതിങ്ങനെ കെട്ടിയെടുക്കുന്നത്. എനിക്ക് പൂ കെട്ടി നല്ല ശീലമുണ്ട് ചേച്ചി. ഇങ്ങനെ വേണം പിള്ളേരായാൽ. അല്ല ചേച്ചി, എനിക്കൊരു സംശയം. എന്താ? അനീത്തിയുടെ മോള് വല്യമ്മ വിളിക്കുന്നത് ചേച്ചി എന്നാണോ? അതെ, എന്റെ അനീത്തി എന്നെ വിളിക്കുന്നത് ചേച്ചി എന്നാ. അത് കേട്ട് അവളും വിളിച്ചങ്ങ് ശീലിച്ചു പോയി. ഇനി വല്ലതും അറിയണോ? നമ്മൾ ചോദിച്ചതേ ഉള്ളേ.